പ്രിയമുള്ളവരെ, കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വാർത്തയുണ്ട്. ജിദ്ദ കരിപ്പൂർ വിമാനമാണ് അടിയന്തരമായി കൊച്ചിയിൽ ഇറക്കിയത്. ലാൻഡിംഗിനിടെ വിമാനത്തിന്റെ ടയർ പൊട്ടി 160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അലീഖ് ബഷയുണ്ട്. അലീഖ് ബഷ, വലിയൊരു അപകടമാണ് ഒഴിവായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ടയറുകളും വിമാനത്തിന്റെ പൊട്ടിത്തെറിച്ചു. ലാൻഡിംഗ് ഗിയറുകൾക്കും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ അലീഖ് ബഷ? യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്, പരിഭ്രാന്തി വേണ്ടതില്ല എന്നാണ് സിയാൽ പറയുന്നത്. അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് തന്നെ പറയേണ്ടി വരും. കരിപ്പൂരിൽ നിന്നും ഈ പറഞ്ഞ ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇത്തരത്തിൽ ഈ അടിയന്തര ലാൻഡിംഗ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. സാങ്കേതിക തകരാറുകൾ മൂലം ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് ചെയ്യേണ്ടി വരികയായിരുന്നു. ഏറ്റവും പ്രധാനമായും റൈറ്റ് സൈഡിലെ ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടായിരുന്നു, അതുപോലെ ടയറിനും തകരാറുണ്ടായിരുന്നു എന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. എയർപോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ദ്രുതഗതിയിൽ ഒരുക്കാൻ സാധിച്ചിരുന്നു. 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ 2 സൈഡിലെ ടയറുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സിയാലിൽ നിന്നും ഔദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു യാത്രക്കാർക്കും ക്രൂ മെമ്പേഴ്സിനും മറ്റ് പരിക്കുകളില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ സിയാലിന്റെ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പും. എന്തായാലും വലിയൊരു ദുരന്തത്തിലേക്ക് പോകേണ്ടിരുന്ന സാഹചര്യമായിരുന്നു. 160 യാത്രക്കാരുണ്ടായിരുന്നു. അതെന്തായാലും കൃത്യമായ ഇടപെടൽ നേരത്തെ ലാൻഡിംഗിന് തൊട്ട് മുമ്പ് തന്നെ പൂർണ്ണമായ സജ്ജീകരണം ഒരുക്കാൻ എയർപോർട്ടിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ 160 യാത്രക്കാരെയും നെടുമ്പാശ്ശേരിയിൽ നിന്നും കരിപ്പൂരിലേക്ക് റോഡ് മാർഗം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൺവേയിലെ പരിശോധന ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുള്ളൂ. മറ്റ് വിശദാംശങ്ങളെല്ലാം സിയാലിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി തന്നെ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ദുരന്ത വാർത്ത തലനാരിഴയ്ക്ക് ഒഴിവായിപ്പോയി എന്ന് മാത്രം ഈ കൂടുതൽ വിവരങ്ങൾ സിയാലിൽ നിന്നും ഔദ്യോഗികമായി ലഭിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാം. അരുൺ, ഓക്കെ, ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആണ് ഈ വിമാനം അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തത്. കരിപ്പൂരിൽ ഇറങ്ങേണ്ട വിമാനമാണ്, അതാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിരിക്കുന്നത്.